സർവീസുകളുടെ പ്രധാന നമസ്കാരം. നമ്മുടെ കുട്ടികൾക്ക് ഇതെന്താണ് പറ്റുന്നത്? മുൻപൊരിക്കലും ഇല്ലാത്ത വിധം കൗമാരക്കാർ ഇരകളും പ്രതികളുമായ കേസുകൾ വർദ്ധിക്കുകയാണ്. ആധുനിക കാലത്തെ സൗകര്യങ്ങളെ ഒറ്റവാക്കിൽ കുറ്റപ്പെടുത്തുന്നതിനപ്പുറം സ്കൂളുകളിലും വീടുകളിലുമൊക്കെ മാറ്റങ്ങൾ വേണ്ടേ? മലപ്പുറത്ത് 14-കാരിയെ ബലാത്സംഗം ചെയ്ത ശേഷം കഴുത്ത് ഞെരിച്ചു കൊന്നത് 16-കാരനാണെന്നത് കേരളത്തെ ആകെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് സംശയം. പ്രായത്തിനപ്പുറം വളർന്ന പ്രണയപ്പകയും സംശയവുമാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്ന വിലയിരുത്തലാണ് പോലീസ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് 16-കാരൻ സംശയിച്ചിരിക്കുന്നു. +1 വിദ്യാർത്ഥിയായ സുഹൃത്തിന്റെ ഭീഷണികൾക്കും പീഡനത്തിനും ഒടുവിലാണ് പെൺകുട്ടിക്ക് ജീവൻ നഷ്ടമായത്. ഒരേ സ്കൂളിൽ പഠിച്ചിരുന്ന 2 കുട്ടികളും ഇടത്തരം കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. നാടിനെയാകെ നടുക്കിയ ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളാണ് പോലീസ് പെട്രോളിൽ. ആദ്യം സ്വാഗതം. മലപ്പുറം കരുവാരക്കുണ്ടിലെ 14-കാരിയുടെ കൊലപാതകം ആൺസുഹൃത്തിന്റെ സംശയം മൂലമെന്ന് പോലീസ്. പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയം വൈരാഗ്യത്തിനും കൊലപാതകത്തിനും കാരണമായതായി പ്രതിയായ 16-കാരൻ മൊഴി നൽകിയെന്നാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണെന്നും ശ്വാസം മുട്ടിച്ചാണ് കുട്ടിയെ കൊന്നതെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക സൂചനകൾ. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: വ്യാഴാഴ്ച സ്കൂളിലേക്ക് പോയ പെൺകുട്ടി രാവിലെ മുതൽ 16-കാരന്റെ കൂടെയായിരുന്നു. അതിനിടയിൽ മറ്റൊരാളോട് അടുപ്പമുണ്ടെന്ന സംശയത്തിന്റെ പേരിൽ 16-കാരനും പെൺകുട്ടിയുമായി വാക്കുതർക്കമായി. തുടർന്ന് ബലാത്സംഗം ചെയ്ത ശേഷം കഴുത്ത് ഞെരിച്ച് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്നാണ് 16-കാരന്റെ മൊഴി. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും 16-കാരൻ ലഹരിക്ക് അടിമയാണോ എന്നും അന്വേഷിക്കുന്നുണ്ടെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ്. നിലവിലത്തെ അന്വേഷണത്തിനകത്ത് നമുക്ക് മറ്റൊരാൾക്ക് പങ്കുള്ളതായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ വിശദമായിട്ടുള്ള അന്വേഷണം, ഈ കുട്ടികളുടെ മൂവ്മെന്റ് വിവിധ ബസ്സുകളിലെല്ലാം കയറിയിട്ടാണ് ഈ പറഞ്ഞ കരുവാരക്കുണ്ടിൽ നിന്ന് കണ്ടൂർ വരേക്ക് എത്തിയെന്നുള്ള പറഞ്ഞത്. അപ്പോൾ അതിലെല്ലാം CCTV വിഷ്വൽസ് അടക്കം ഇന്നിപ്പോൾ എൻ്റെ ടീം DSP പെരിന്തൽമണ്ണയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത്, ഉൾപ്പെടെ. അപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലൊരു തേർഡ് പേഴ്സൺ ഇതിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വിശദമായിട്ട് തന്നെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഈ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ നിയമമായി പൊരുത്തപ്പെടാത്ത കുട്ടി, അവൻ്റെ മൊബൈൽ ഫോൺ നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. CDR കളക്ട് ചെയ്ത് അത് പ്രകാരമുള്ള അന്വേഷണവും ആ സമയത്ത് അവർ അവനെ വിളിച്ചിരുന്നതായിട്ടുള്ള ആളുകളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ മൊമെന്റ് വരേക്കും നമുക്ക് മറ്റൊരു ഇന്റർവെൻഷൻ ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. 16-കാരനുമായുള്ള ബന്ധം പെൺകുട്ടിയുടെ കുടുംബം വിലക്കിയിരുന്നു. അതിനിടയിലാണ് കുട്ടിയെ കാണാതായത്. തിരോധാനത്തിന് പിന്നിൽ ആൺസുഹൃത്തിന് പങ്കുണ്ടെന്ന പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ സംശയമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. മുമ്പും 16-കാരനും ഈ പെൺകുട്ടിയുമായുള്ള അടുപ്പത്തെ പെൺകുട്ടിയുടെ വീട്ടുകാർ എതിർത്തിരുന്നു. ഇത് തർക്കങ്ങൾക്കും വഴിവെച്ചിരുന്നു. പെൺകുട്ടിയെ കാണാൻ 16-കാരൻ വന്നിരുന്നതായും കുടുംബാംഗങ്ങൾ പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതെല്ലാം കൊണ്ടാണ് പെൺകുട്ടിയെ കാണാതായ ഉടനെ തന്നെ ഈ കുട്ടിയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്താൻ കാരണമായത്. കാണാതായ ദിവസം ഇവർ ഒരുമിച്ച് എവിടെയെല്ലാം പോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 16-കാരനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കിയ ശേഷം കോഴിക്കോട് വെള്ളിമാടുകുന്ന് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി. കേസ് അന്വേഷണത്തിനായി പെരിന്തൽമണ്ണ DSP നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കരിച്ചു. വീടിന് സമീപത്തെ കുടുംബ ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. ന്യൂസ് 18 മലപ്പുറം. കൊല്ലം സായി വനിതാ ഹോസ്റ്റലിൽ 2 വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. കോഴിക്കോട് സ്വദേശിനി സാന്ദ്ര, തിരുവനന്തപുരം സ്വദേശിനി വൈഷ്ണവി എന്നിവരുടെ മരണത്തിൽ ദുരൂഹത ഏറിയിട്ടുണ്ട്.
സംഭവം വിശദമായി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തിന് കൊല്ലം സിറ്റി പോലീസ് രൂപം നൽകി. കൊല്ലം എസ്പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പിലെ വിശദവിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കൊല്ലം സായിയിലെ വനിതാ ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനികളെ ആത്മഹത്യാ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചത്. കൊല്ലം സിറ്റി പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. കുട്ടികൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം വിശദമായി അന്വേഷിക്കുകയാണ് പോലീസ്. ഇരുവരുടെയും ആത്മഹത്യാക്കുറിപ്പുകളിൽ സ്വയം കുറ്റപ്പെടുത്തിയും വീട്ടുകാരോട് ക്ഷമാപണം നടത്തിയുമുള്ള വാചകങ്ങളാണുള്ളത്. കുറിപ്പിന്റെ വിശദവിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. സായി ഇൻചാർജിന്റെ ഭീഷണിയും ഹോസ്റ്റലിലെ വീർപ്പുമുട്ടിക്കുന്ന സാഹചര്യവുമാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബത്തിന്റെ പരാതി. വ്യാഴാഴ്ച പുലർച്ചെ 5 മണിക്ക് പതിവ് പരിശീലനത്തിന് സമയമായിട്ടും ഇരുവരെയും മൈതാനത്ത് കണ്ടില്ല. തുടർന്ന് സാന്ദ്രയുടെ മുറിയിൽ അന്വേഷിച്ചെത്തിയ അധികൃതർ വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ കണ്ടെത്തി. വാതിൽ ബലം പ്രയോഗിച്ചു തുറന്നപ്പോൾ കണ്ടത് 2 ഫാനുകളിലായി പുതപ്പിൽ തൂങ്ങി നിൽക്കുന്ന കുട്ടികളെയാണ്. സാന്ദ്രയുടെ മൃതദേഹം വെള്ളിയാഴ്ച രാത്രി 10:30 കോഴിക്കോട് കടലുണ്ടിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വൈഷ്ണവിയുടെ സംസ്കാരം തിരുവനന്തപുരത്ത് നടന്നു. കേരളത്തിലെ സ്പോർട്സ് പരിശീലന കേന്ദ്രങ്ങളിലെ സുരക്ഷയെയും മാനസിക സമ്മർദ്ദങ്ങളെയും കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് കൂട്ടാത്മഹത്യ വഴിവെച്ചിട്ടുണ്ട്. ACPയുടെ മേൽനോട്ടത്തിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ SHO ആണ് കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണ സംഘത്തിൽ വനിതാ SI ഉൾപ്പെടെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് സഹപാഠികളുടെയും സായി ഹോസ്റ്റൽ അധികൃതരുടെയും വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി വരുന്നു. വിദ്യാർത്ഥിനികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. സംഭവത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. വയനാട് പുൽപ്പള്ളിയിൽ 14 വയസ്സുകാരിയായ സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ ആസിഡ് ആക്രമണം. മുഖത്ത് സാരമായി പൊള്ളലേറ്റ വിദ്യാർത്ഥിനിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആസിഡ് ആക്രമണത്തിൽ കുട്ടിയുടെ കാഴ്ചയ്ക്ക് തകരാറുണ്ടായതായാണ് സൂചന. സംഭവത്തിൽ അയൽവാസി രാജു ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റായ പെൺകുട്ടിയോട് അതിന്റെ യൂണിഫോം ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ വിരോധം മൂലമാണ് ആക്രമണം നടത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം. പുൽപ്പള്ളി മരക്കാവ് പ്രിയദർശിനി ഉന്നതിയിലെ മണികണ്ഠന്റെ മകൾ മഹാലക്ഷ്മിയാണ് ആസിഡ് ആക്രമണത്തിനിരയായത്. കുട്ടിക്ക് നേരെ ആസിഡ് ഒഴിച്ച അയൽവാസി വേട്ടറമ്മൽ രാജു ജോസ് എന്ന 55-കാരനെ പുൽപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വേലിയമ്പം ദേവിവിലാസം ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് മഹാലക്ഷ്മി. പെൺകുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയതിനു പിന്നാലെ അവിടെ എത്തിയ പ്രതി ആസിഡ് ഒഴിക്കുകയായിരുന്നുവെന്നാണ് വിവരം. രാജു ജോസ് തന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ആസിഡ് കൊണ്ടുവന്നാണ് കുട്ടിയുടെ മുഖത്തേക്ക് ഒഴിച്ചത്. നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികളാണ് മഹാലക്ഷ്മിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മുഖത്ത് സാരമായി പൊള്ളലേറ്റ പെൺകുട്ടിയുടെ കാഴ്ചയ്ക്കും തകരാറുണ്ടായതായാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റായ പെൺകുട്ടിയോട് യൂണിഫോം ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ വിരോധം മൂലമാണ് ആക്രമണം നടത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. രാജു ജോസിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കരുതുന്നതായും സംഭവത്തിന് പിന്നിൽ മറ്റു കാരണങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നതായും പുൽപ്പള്ളി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 വയനാട്.
കേരളത്തെ നടുക്കിയ ദുരഭിമാന കൊലയാണ് കോട്ടയം സ്വദേശി കെവിന്റേത്. ഈ കൊലക്കേസിൽ കോടതി വെറുതെ വിട്ട യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ തോട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. പുനലൂർ ചെമ്മന്തൂർ പ്ലാവിലക്കുഴിയിൽ വീട്ടിൽ എൻ ഷിനുമോനാണ് മരിച്ചത്. 29-കാരനായ ഷിനുമോനെ താമസിക്കുന്ന ഫ്ളാറ്റിന് പിൻഭാഗത്തെ തോട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെമ്മന്തൂർ കോളേജ് ജംഗ്ഷനിൽ ശനിയാഴ്ച രാവിലെയാണ് സംഭവം. ഷിനുമോൻ താമസിക്കുന്ന ഫ്ളാറ്റിന് പിൻഭാഗത്തുള്ള തോട്ടിലാണ് മൃതദേഹം കാണപ്പെട്ടത്. മൃതദേഹത്തിൽ പലയിടത്തും മുറിവേറ്റ പാടുകളുണ്ട്. ഫ്ളാറ്റിന്റെ കൈവരിയില്ലാത്ത മട്ടുപ്പാവിൽ നിന്ന് വീണതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നെങ്കിലേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകൂ എന്ന് പോലീസ് അറിയിച്ചു. ഫ്ളാറ്റിന് മുകളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെയെന്ന് കരുതുന്ന മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടുണ്ട്. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ആദ്യം താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി. 2018-ൽ കേരളത്തിൽ വലിയ ചർച്ചയായ കെവിൻ വധക്കേസിൽ ഷിനുമോൻ പ്രതിയേർക്കപ്പെട്ടിരുന്നു. എന്നാൽ വിചാരണയ്ക്കൊടുവിൽ കോടതി ഇയാളെ കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടു. ന്യൂസ് 18 പുനലൂർ. കാസർകോട് പുഷ്പലത കൊലപാതക കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതി പരമേശ്വരനെ ചോദ്യം ചെയ്തതോടെയാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. വ്യക്തിഹത്യ നടത്തിയതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് മൊഴി. പുഷ്പലതയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണം മോഷ്ടിച്ചതായും പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. അതേസമയം മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുമില്ല. കുമ്പടാജെ മൗവാറിലെ ആദില വീട്ടിൽ ഏറെ നാളായി ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു കൊല്ലപ്പെട്ട പുഷ്പലത. വ്യാഴാഴ്ച രാവിലെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ കൊലപാതകമാണെന്ന് സംശയമുണ്ടായിരുന്നു. ബന്ധുക്കൾ പരാതി ഉന്നയിച്ചതോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികളുമായി പോലീസ് മുന്നോട്ട് പോയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി പിടിയിലായി. പരമേശ്വർ എന്ന രമേശ് നായിക്കാണ് അറസ്റ്റിലായത്. വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ പുഷ്പലത സംസാരിച്ചതിലുള്ള വൈരാഗ്യം കാരണമായിരുന്നു കൊലപാതകമെന്നാണ് പ്രതിയുടെ മൊഴി. ആദ്യം കുറ്റം നിഷേധിച്ചുവെങ്കിലും കൂടുതൽ ചോദ്യം ചെയ്തതോടെ സമ്മതിക്കുകയായിരുന്നു. മൃതദേഹത്തിൽ നിന്നും 3 പവൻ തൂക്കമുള്ള കരിമണി സ്വർണമാലയും ഇയാൾ മോഷ്ടിച്ചിരുന്നു. എന്നാൽ പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പുഷ്പലതയുടെ വീട്ടിലും സമീപ പ്രദേശങ്ങളിലും കൂലിവേല ചെയ്തിരുന്ന ആളായിരുന്നു പരമേശ്വര. കൊലപാതക കുറ്റത്തിന് പുറമെ പ്രതിക്കെതിരെ മോഷണ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. തമിഴ്നാട്ടിൽ നിന്നുള്ള നടുക്കമുണ്ടാക്കുന്നൊരു വാർത്തയിലേക്കാണ് ഇനി. ആൺ സുഹൃത്ത് തലവേദനയായപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ കൊലപ്പെടുത്തിയ യുവതികൾ. ചെന്നൈക്ക് സമീപമുള്ള പല്ലാവരത്താണ് സംഭവം. തിരുശൂലം സ്വദേശിയും നിർമ്മാണ തൊഴിലാളിയുമായ സെൽവകുമാറാണ് കൊല്ലപ്പെട്ടത്. 24-കാരി റീന, 25-കാരി രജിത എന്നിവരെയും പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ മറ്റ് 3 പ്രതികൾ ഒളിവിലാണ്.
സുഹൃത്തുക്കളായ റീനയും രജിതയുമാണ് നിർമ്മാണ തൊഴിലാളിയായ സെൽവകുമാറിന്റെ കൊലയ്ക്കു പിന്നിലെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. റീന വിവാഹിതയും രജിത അവിവാഹിതയുമാണ്. ഇരുവരും സമൂഹമാധ്യമങ്ങളിൽ സജീവമായിരുന്നു. സ്ഥിരമായി റീലുകൾ പോസ്റ്റ് ചെയ്തിരുന്ന യുവതികൾ നിരവധി യുവാക്കളുമായി സൗഹൃദബന്ധം വളർത്തിയെടുത്തിരുന്നു. ഇതിൽ ചിലരെ ഭീഷണിപ്പെടുത്തി ഇവർ പണം വാങ്ങുകയും ആഡംബര ജീവിതം നയിക്കുകയുമായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട സെൽവകുമാറും സോഷ്യൽ മീഡിയ വഴിയാണ് റീനയുമായി സൗഹൃദം സ്ഥാപിച്ചത്. പിന്നീട് രജിതയുമായും അടുത്തു. മറ്റു പുരുഷന്മാരുമായി ബന്ധപ്പെടരുതെന്ന് പറഞ്ഞ് ഇയാൾ യുവതികളെ ഭീഷണിപ്പെടുത്തുകയും ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സെൽവകുമാറിനെ ഇല്ലാതാക്കാൻ സോഷ്യൽ മീഡിയ വഴിയുള്ള സുഹൃത്തുക്കളോടാണ് ഇവർ സഹായം അഭ്യർത്ഥിച്ചത്. തുടർന്ന് 24-കാരനായ അലക്സ് ഒരു 17 വയസ്സുകാരനും മറ്റ് 2 പേരുമായി ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു. ബുധനാഴ്ച രാത്രി പല്ലാവരത്ത് വരണമെന്നും നേരിൽ കണ്ട് സംസാരിക്കണമെന്നും സെൽവകുമാറിനോട് റീന ആവശ്യപ്പെട്ടു. സെൽവകുമാർ എത്തിയ ശേഷം രജിതയും അവരോടൊപ്പം ചേർന്നു. ഇവർ സംസാരിക്കുന്നതിനിടെ അക്രമികൾ സെൽവകുമാറിനെ വളയുകയും കത്തിയും വാക്കത്തിയും ഉപയോഗിച്ച് ആക്രമിക്കുകയുമായിരുന്നു. തുടർന്ന് അക്രമികൾ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. മോഷണശ്രമത്തിനിടെയാണ് അക്രമം എന്ന് വരുത്താനാണ് റീനയും രജിതയും ശ്രമിച്ചത്. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി സെൽവകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരിച്ചു. ഫോൺ റെക്കോർഡുകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണമാണ് സംഭവത്തിന്റെ ചുരുളഴിച്ചത്. കുറ്റകൃത്യങ്ങളിൽ നേരിട്ടുൾപ്പെട്ട 3 പേർ ഒളിവിലാണ്. ന്യൂസ് 18 ചെന്നൈ. 9 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്ത് 27-കാരനായ പ്രതിക്ക് 80 വർഷം കഠിന തടവും 1,60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു കോടതി. നിലമ്പൂർ വഴിക്കടവ് സ്വദേശി നടമ്പടി വീട്ടിൽ ഉണ്ണിക്കുട്ടൻ എന്ന സുരേഷ് ബാബുവിനെയാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ഡിസംബറിലും 2024 ഫെബ്രുവരിയിലുമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 9 വയസ്സുള്ള കുട്ടിയെ വീടിന് അകത്ത് കയറിയാണ് പ്രതി പീഡനത്തിനിരയാക്കിയത്. വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായ പ്രിൻസ് ജോസഫാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത്. പ്രതിക്കെതിരെ പോക്സോയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ചുമത്തിയ കുറ്റങ്ങളെല്ലാം തെളിയിക്കാനായി. ഇതനുസരിച്ചാണ് 80 വർഷം കഠിന തടവും 1,60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ചാണ് വിചാരണ നടത്തിയത്. നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി KP ജോയ് ആണ് ശിക്ഷ വിധിച്ചത്. സുരേഷ് ബാബു മുൻപ് 2017ലും പീഡനക്കേസിൽ പ്രതിയായിട്ടുണ്ട്. അന്ന് പ്രായം പരിഗണിച്ച് കോടതി ശിക്ഷ ഇളവ് നൽകിയതാണ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം K ഫ്രാൻസിസ് ഹാജരായി. പ്രോസിക്യൂഷനു വേണ്ടി 24 സാക്ഷികളെ വിസ്തരിച്ചു. 28 രേഖകളും ഹാജരാക്കി. പ്രോസിക്യൂഷൻ ലൈസൺ വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷീബ PC പ്രോസിക്യൂഷനെ സഹായിച്ചു. പ്രതിയെ ശിക്ഷ അനുഭവിക്കാനായി തവനൂർ ജയിലിലേക്ക് അയച്ചു. ന്യൂസ് 18 മലപ്പുറം. വയനാട്ടിൽ റിസോർട്ടിൽ തങ്ങി കവർച്ചയ്ക്ക് ആസൂത്രണം നടത്തിയത് പൊളിച്ചടുക്കി പോലീസ്. വിവിധ ജില്ലകളിലുള്ള 12-അംഗ കൊട്ടേഷൻ സംഘം പിടിയിൽ. പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അരിഞ്ചേർ മലയിലെ റെയിൻ വ്യൂ റിസോർട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത്. പിടിയിലായവരെല്ലാം നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ്. ആസൂത്രിത കവർച്ചാ പദ്ധതി പൊളിച്ചാണ് 12-അംഗ സംഘത്തെ പോലീസ് പിടികൂടിയത്. തൃശൂർ കയ്പമംഗലം സ്വദേശി നിഖിൽനാഥ്, കിളിമാനൂർ മഞ്ഞമറ്റത്തിൽ സാബു വിൽസൺ, നാട്ടിക വളപ്പാട് സ്വദേശി PA ആൻസ്, കോട്ടംകുളം പെരിങ്ങാനം സ്വദേശികളായ റിനാസ്, ലെജിൻ,
പഴങ്കാവ് പനങ്ങാട് സ്വദേശികളായ ധനേഷ്, സിജിൻ ദാസ്, എലത്തുരുത്ത് കാര്യാട്ടുകര പി ശ്രീധർ, ചാവക്കാട് സ്വദേശി വി എസ് സുഹാസ്, വെങ്ങനശ്ശേരിയിലുള്ള ഗീവർഗീസ്, ഇരിങ്ങാലക്കുട സ്വദേശി ശിവപ്രസാദ്, പത്തനംതിട്ട കുറ്റൂർ സ്വദേശി രതീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അരിഞ്ചേർമലയിലെ റെയിൻവ്യൂ റിസോർട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ഒന്നിച്ച് കവർച്ച നടത്തുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്തു വരുന്നതിനിടയിലാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. കവർച്ച, വധശ്രമം, അടിപിടി, വഞ്ചന, മോഷണം എന്നിവയുൾപ്പെടെ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് പിടിയിലായവർ. നിഖിൽനാഥ് 17ഓളം കേസുകളിലും, സാബു കൊലപാതകം ഉൾപ്പെടെ 16 കേസുകളിലും, ശിവപ്രസാദ് 9 കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. വാടകയ്ക്കെടുത്ത കാറിൽ നിന്ന് 6 ജോഡി വ്യാജ നമ്പർ പ്ലേറ്റുകൾ, ചുറ്റികകൾ, വാഹനത്തിന്റെ ടൂൾസ് എന്നിവയും കണ്ടെടുത്തു. പ്രതികൾ സമീപകാലത്ത് മറ്റ് കുറ്റകൃത്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നു. ന്യൂസ് 18 വയനാട്. മലപ്പുറം പൊന്നാനിയിൽ പാർട്ടി ഓഫീസിനകത്ത് ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലി CPM പ്രവർത്തകർ. എരമംഗലത്തെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിലായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത്. ഓഫീസ് ഉപകരണങ്ങളും പ്രവർത്തകർ അടിച്ചു തകർത്തു. പൊന്നാനി എരമംഗലം മുതുക്കല ഉത്സവത്തിനിടെയുണ്ടായ തർക്കത്തെ ചൊല്ലിയാണ് CPM പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. എരമംഗലത്തെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിലായിരുന്നു സംഘർഷം. വെളിയങ്കോട്, എരമംഗലം പ്രദേശങ്ങളിലെ പാർട്ടി പ്രവർത്തകരാണ് തമ്മിൽ തല്ലിയത്. കെട്ടിടത്തിലെ DYFI ഓഫീസും അടിച്ചു തകർത്ത നിലയിലാണ്. ഓഫീസ് ഉപകരണങ്ങളും പ്രവർത്തകർ ചേരിതിരിഞ്ഞ് നശിപ്പിച്ചു. ഓഫീസിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ, ഫ്രീസർ, ബൾബ്, TV ഉൾപ്പെടെ അടിച്ചു തകർത്തിട്ടുണ്ട്. വെളിയങ്കോട്ടെ CPM പ്രവർത്തകരാണ് സംഘർഷമുണ്ടാക്കിയതെന്ന് എരമംഗലത്തെ പ്രവർത്തകർ ആരോപിച്ചു. എന്നാൽ വെളിയങ്കോട്ടെ പാർട്ടി നേതൃത്വം ഇത് നിഷേധിച്ചിട്ടുണ്ട്. സംഘർഷത്തിൽ ഉൾപ്പെട്ട പ്രവർത്തകർക്കെതിരെ പാർട്ടി നടപടിയുണ്ടായേക്കും. ന്യൂസ് 18 മലപ്പുറം. സൈബർ തട്ടിപ്പിന് ഇരകളാകുന്നവരിലേറെയും വയോധികരാണ്. ആലപ്പുഴയിലാണ് ഒടുവിലത്തെ സംഭവം. ഓൺലൈൻ തട്ടിപ്പിലൂടെ ഹരിപ്പാട് സ്വദേശിയായ പ്രവാസി വയോധികനെ കബളിപ്പിച്ച 8,80,00,000 രൂപ കവർന്നു. ഓൺലൈനായി ഓഹരി ഇടപാട് നടത്താം എന്ന പേരിലായിരുന്നു തട്ടിപ്പ്. വൻ ലാഭം വാഗ്ദാനം ചെയ്ത് 4 മാസം കൊണ്ടാണ് സംഘം കോടികൾ തട്ടിയത്. ആലപ്പുഴ ചേർത്തലയിൽ ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ ഡോക്ടർ ദമ്പതിമാരെ കബളിപ്പിച്ച് കോടികൾ തട്ടിയതിനു മേലെയാണ് ഹരിപ്പാട് രജിസ്റ്റർ ചെയ്ത പുതിയ കേസ്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ പ്രവാസിയായ വയോധികനിൽ നിന്ന് തട്ടിയെടുത്തത് 8.8 കോടിയാണ്. വൻകിട കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ പേരിനോട് സാമ്യമുള്ള സ്ഥാപനത്തിന്റെ പ്രതിനിധി എന്ന പേരിലാണ് ഓഹരി ഇടപാടിനായി ഇദ്ദേഹത്തെ സമീപിച്ചത്. വൻ ലാഭമുണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ച് 73 തവണകളിലായി ബാങ്ക് ഇടപാടിലൂടെ പണം കൈമാറി. ഒടുവിൽ മകന് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് വെളിയിൽ വന്നത്. ആലപ്പുഴ സൈബർ പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. ദേശീയ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലും വിവരം കൈമാറിയിട്ടുണ്ട്.
ന്യൂസ് 18 ആലപ്പുഴ. ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിൽ തുടരും. രാഹുലിന് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചില്ല. രാഹുലിനെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ജാമ്യ ഹർജി തള്ളിയ ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. അതേസമയം ജാമ്യത്തിനായി സെഷൻസ് കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗം അറിയിച്ചു. തിങ്കളാഴ്ച ഹർജി സമർപ്പിക്കാനാണ് തീരുമാനം. രാഹുലിനെതിരെ നേരത്തെയും സമാന പരാതികൾ ഉണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. പ്രതിഭാഗം തിങ്കളാഴ്ച പത്തനംതിട്ട സെഷൻസ് കോടതിയെ സമീപിക്കും. രാഹുലിന്റെ ജാമ്യഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണെന്ന രാഹുലിന്റെ വാദം നിലനിൽക്കില്ല. ഇരയായ യുവതിയെക്കൊണ്ട് സ്വകാര്യ ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്യിപ്പിച്ചത് രാഹുലാണ്. പുറത്ത് റെസ്റ്റോറന്റിലിരുന്ന് സംസാരിക്കാമെന്ന് യുവതി പറഞ്ഞെങ്കിലും രാഹുൽ സമ്മതിച്ചില്ല. മുറിയിലേക്ക് വന്നയുടനെ യുവതിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. രാഹുലിന്റെ അറസ്റ്റ് നിയമപ്രകാരമാണ്. യുവതി പരാതിയിൽ നേരിട്ട് ഒപ്പിട്ടില്ലെന്ന വാദം നിലനിൽക്കില്ല. ഡിജിറ്റൽ ഒപ്പ് മതി. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ MLA ആണ്. ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവമേറിയതാണ്. തെളിവുകൾ നശിപ്പിക്കാനും അതിജീവിതയെ ഭീഷണിപ്പെടുത്താനും അന്വേഷണം അട്ടിമറിക്കാനും സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി അംഗീകരിച്ചു. ജാമ്യം നിഷേധിച്ചതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര ജയിലിൽ തുടരും. പരാതിക്കാരിയുമായി ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണെന്നും ചട്ടവിരുദ്ധമായ അറസ്റ്റുമെന്നുമാണ് പ്രതിഭാഗം വാദത്തിനിടെ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ശബ്ദരേഖയും ചാറ്റ് വിവരങ്ങളും ഹാജരാക്കിയിരുന്നു. എന്നാൽ സ്ഥിരം കുറ്റവാളിയെന്ന പ്രോസിക്യൂഷൻ ആരോപണത്തിന് കഴമ്പുണ്ടെന്ന വിലയിരുത്തലിലേക്ക് കോടതിയെത്തി. പരാതിക്കാരിയുടെ മൊഴി CD-യിലാക്കി പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. വീഡിയോ കോൺഫറൻസിംഗ് വഴി രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന അപേക്ഷ പരാതിക്കാരിയും തിരുവല്ല കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്യുകയും ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന പ്രവാസി യുവതിയുടെ പരാതിയിലാണ് ജനുവരി 11 രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് പാലക്കാട്ട് നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ആദ്യ 2 പീഡനക്കേസുകളിലും അറസ്റ്റിൽ നിന്ന് വഴുതിപ്പോയ രാഹുലിനെ മൂന്നാമതായി ഉയർന്ന പീഡനക്കേസിലാണ് പോലീസ് അകത്താക്കിയത്. 2024 ഏപ്രിൽ 8 അതിജീവിതയെ തിരുവല്ലയിലെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. ന്യൂസ് 18 പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് SITക്ക് കൈമാറി. കൊല്ലം വിജിലൻസ് കോടതിയാണ് VSSCയിൽ നിന്നുള്ള റിപ്പോർട്ട് കൈമാറിയത്. ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി തുടങ്ങിയ 15 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണിത്. അതേസമയം കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചെമ്പുപാളികളിലെ സ്വർണത്തിന്റെ അളവും കാലപ്പഴക്കവും തിട്ടപ്പെടുത്തുന്ന പരിശോധനയാണ് നടത്തിയത്. വെള്ളിയാഴ്ചയാണ് VSSCയിൽ നിന്ന് ശാസ്ത്രീയ പരിശോധനാ ഫലം സീൽ വെച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഈ പരിശോധനാ ഫലം നിർണായകമാണ്. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. പത്തൊൻപതിന് ഹൈക്കോടതിയിൽ കൊടുക്കുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ശാസ്ത്രീയ പരിശോധനാ ഫല റിപ്പോർട്ടും ഉൾപ്പെടുത്തും. അന്വേഷണത്തിന്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്ന റിപ്പോർട്ടാണ് VSSC കൈമാറിയിരിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ മാറ്റിയോ, ശബരിമലയിൽ ഇപ്പോഴുള്ളത് പഴയ പാളികളാണോ അതോ പുതിയ പാളികളാണോ, പാളികളിലെ സ്വർണത്തിന്റെ അളവ് തുടങ്ങിയവ നിർണ്ണയിക്കുന്ന പരിശോധനയാണ് നിലവിൽ നടത്തിയത്. അതേസമയം അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജയിൽ ഉദ്യോഗസ്ഥരെത്തിയാണ് അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മാറ്റിയത്.
ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് അട്ടപ്പാടിയിൽ തണ്ടപ്പേർ കിട്ടാത്തതിനാൽ വീണ്ടും ആത്മഹത്യ. അഗളി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പുലിയറ സ്വദേശി ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. സഹകരണ ബാങ്കിൽ 8 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്ന ഗോപാലകൃഷ്ണന്റെ ഭൂമിക്ക് ജപ്തി ഭീഷണിയുമുണ്ടായിരുന്നു. ഗോപാലകൃഷ്ണന്റെ മരണത്തെ തുടർന്ന് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. തെങ്കരയിലെ വാടക വീട്ടിൽ വെള്ളിയാഴ്ചയാണ് സംഭവം. കീടനാശിനി കഴിച്ച ഗോപാലകൃഷ്ണൻ ഗുരുതരാവസ്ഥയിൽ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കാലിലെ അസുഖത്തിന് ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നും വായ്പയെടുത്തത് ജപ്തി നടപടികളിലേക്ക് കടന്നതായും ഭൂമി വിൽക്കാൻ കഴിയാത്തതിനാൽ മനോവിഷമത്തിൽ വിഷം കഴിച്ചതായും ഫോണിൽ വിളിച്ച് സഹോദരൻ പ്രഭാകരനോട് ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഗോപാലകൃഷ്ണനെ മണ്ണാർക്കാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരാവസ്ഥയിലായതിനാൽ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തണ്ടപ്പേരിന് അപേക്ഷ നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും കിട്ടാതായതോടെ വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് തണ്ടപ്പേർ മറ്റൊരാളുടെ പേരിൽ അനുവദിച്ചതായി അറിയുന്നത്. തണ്ടപ്പേർ ലഭിക്കാത്തത് കാരണം വസ്തു വിൽക്കാൻ കഴിയാഞ്ഞത് പ്രതിസന്ധി വർദ്ധിപ്പിച്ചതോടെയാണ് ജീവനൊടുക്കിയത് എന്നാണ് വിവരം. CPM നേതാവായിരുന്ന ഗോപാലകൃഷ്ണൻ 2004-05 കാലഘട്ടത്തിൽ അഗളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2005-10 കാലഘട്ടത്തിൽ പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചു. ഗോപാലകൃഷ്ണന്റെ മരണത്തെ തുടർന്ന് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. CPMന്റെ നേതൃത്വത്തിൽ അഗളി താലൂക്ക് ഓഫീസ് ഉപരോധിച്ചു. നാല് മാസം മുമ്പ് അട്ടപ്പാടിയിലെ സരസിമുക്ക് ഇരട്ടക്കുളത്ത് തണ്ടപ്പേർ കിട്ടാത്തതിനാൽ കാവുണ്ടിക്കൽ സ്വദേശിയായ കൃഷ്ണസ്വാമി ആത്മഹത്യ ചെയ്തിരുന്നു. ന്യൂസ് 18 പാലക്കാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കണ്ണൂരിൽ ലഹരിമരുന്ന് കേസിൽ ജാമ്യത്തിൽ കഴിയുകയായിരുന്ന യുവതിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കക്കാട് വാടകയ്ക്ക് താമസിച്ചു വന്ന CT ബൾക്കീസാണ് മരിച്ചത്. 2022 കണ്ണൂരിൽ പാഴ്സൽ വഴി കൊണ്ടുവന്ന 2 കിലോയോളം MDMA പിടികൂടിയ കേസിൽ ഒന്നാം പ്രതിയാണ്. 3 വർഷത്തിലധികം ജയിലിൽ കഴിഞ്ഞ ഇവർക്ക് ഒക്ടോബറിലാണ് ജാമ്യം ലഭിച്ചത്. ആഡംബര ബൈക്കുകൾ തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവരുന്ന സംഘത്തിലെ കണ്ണി തെന്മലയിൽ പിടിയിൽ. ലഹരിക്കായുള്ള പണത്തിനായാണ് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നതെന്ന് പിടിയിലായ 15-കാരൻ പോലീസിനോട്. ഓടി രക്ഷപ്പെട്ട 3 പ്രതികൾക്കായി അന്വേഷണം തുടരുന്നു. പുരുഷനായി വേഷം മാറി മോഷണം നടത്തിവന്ന സ്ത്രീ ബംഗളൂരുവിൽ പിടിയിൽ. യലഹങ്കയിലെ സംഗമേശ്വരുടെ പരാതിയിൽ പിടിയിലായത് രേഷ്മ എന്ന 45-കാരി. സ്വർണത്തിന് വലിയ തോതിൽ വില കൂടിയതോടെ മാലമോഷണ കേസുകൾ വർദ്ധിക്കുകയാണ്. മലപ്പുറത്ത് പട്ടാപ്പകൽ കടയ്ക്കകത്ത് കയറി യുവതിയുടെ മാല പൊട്ടിച്ച യുവാവിനെ നാട്ടുകാർ കീഴടക്കി പോലീസിലേൽപ്പിച്ചു. കാട്ടുമുണ്ട സ്വദേശി നജ്മലിനെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ബിന്ദുവിന്റെ 3.25 പവൻ തൂക്കം വരുന്ന മാല പൊട്ടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് പാടിയത്. 3 ദിവസം മുൻപ് നടക്കാവ് ഭാഗത്തു നിന്നും മോഷ്ടിച്ച സ്കൂട്ടറിലെത്തിയാണ് നജ്മൽ മാല പൊട്ടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾ നേരത്തെ സമാന കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.